ഹലോ ഹായ് വെൽക്കം എവരി വൺ. ഒരിക്കൽ കൂടി സോളാർ ഡിസ്പ്ലേ ട്രിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ TOD ബില്ലിങ്ങിൻ്റെ തുടർന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൽ നമ്മൾ പറയാൻ പോകുന്ന TOD ബില്ലിങ്ങിനെ മറികടക്കാനായിട്ട് ഓൺ ഗ്രിഡ് വെച്ച ആൾക്കാർക്കും എല്ലാവർക്കും എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അതിന് ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ്. മാർക്കറ്റിൽ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഇൻവെർട്ടേഴ്സാണ് ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ്. അതാണ് ഏറ്റവും നൂതനമായിട്ടുള്ള മാർഗം. അതായത് പരമാവധി നമുക്ക് KCB ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇത് പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻവെർട്ടേഴ്സ്. ആദ്യം ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്താണെന്ന് പറയണം. ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും കൂടിച്ചേർന്നിട്ടുള്ള ഇൻവെർട്ടർ, അതിനാണ് ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്കായിട്ട് ഹൈബ്രിഡ് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാണ്. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളാർ പാനൽ അവിടുന്ന് ഇൻവെർട്ടർ MPPT ത്രൂ ബാറ്ററിയിലേക്ക് കൊടുക്കുന്നു, നേരെ ഡിവൈസിൽ കണക്ട് ചെയ്യുന്നു. അതായത് സോളാർ ബാറ്ററി ഫുൾ ചാർജ് ആയതിനു ശേഷം സോളാറിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. വീട്ടിൽ ആദ്യമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്തതിന് ശേഷം സോളാർ പോയതിന് ശേഷം അത് ബാറ്ററിയിലേക്ക് സ്വിച്ച് ചെയ്യും. ആ ബാറ്ററിയിൽ വർക്ക് ചെയ്യും. ബാറ്ററി ചാർജ് നമ്മളൊരു പർട്ടിക്കുലർ വോൾട്ടേജ് വെച്ച് കട്ട് ചെയ്ത് നേരെ കറണ്ടിലേക്ക് മാറും, വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഓഫ് ഗ്രിഡ് വർക്ക് ചെയ്യുന്നത്. ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ നാളെ പാനൽ ഇൻവെർട്ടർ ത്രൂ ലൈനിലേക്ക് കൊടുക്കും. ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൽ നമ്മൾ വീട്ടിലെ ഉപയോഗത്തിന് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് KCBക്ക് കൊടുക്കുന്നു. ബാക്കി വൈകുന്നേരം സോളാർ പോയതിന് ശേഷമുള്ള KCBയിലേക്ക് മാറി KCBയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് വരിക. അത് രണ്ടും കൂടി പുറത്തിണക്കിക്കൊണ്ടാണ് ഹൈബ്രിഡ് വരുന്നത്. ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളതിലൊരു ബാറ്ററി പാക്ക് സിസ്റ്റം ആഡ് ചെയ്യും. ബാറ്ററി പാക്ക് എന്ന് ലിഥിയമാണ്. ഇപ്പോൾ മറ്റ് ലെഡ് ആസിഡ് ബാറ്ററി യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി എഫിഷ്യൻറ്റും നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായതുകൊണ്ട് ലിഥിയൻ ബാറ്ററീസ് ആണ്. ലിഥിയൻ ബാറ്ററിയുടെ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. ലിഥിയൻ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് എന്തായാലും അറിയാൻ പറ്റും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടും. ലിഥിയൻ ബാറ്ററി സെർച്ച് ചെയ്താൽ കിട്ടും. ലിഥിയൻ ബാറ്ററീസ് ഇതിൽ ഓൾറെഡി ആ ഇൻവെർട്ടറിൻ്റെ താഴെ നമ്മൾ ആഡ് ചെയ്ത് ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡും കൂടിയിട്ടുള്ള ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം തന്നെ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ചെയ്യും. ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം കറണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ആ വീട്ടിലേക്കുള്ള ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇത് ബാറ്ററിയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓഫ് ഗ്രിഡ് പോലെ നേരെ ഓഫ് ഗ്രിഡ് ആവും. ഇതിലേക്ക് സ്വിച്ച് ചെയ്ത് ബാറ്ററിയിൽ നമ്മുടെ ഡിവൈസിൽ വർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ അധികം ഡിവൈസുകളൊന്നും, അതായത് ഒരു 5K 48, അതായത് മാക്സിമം എല്ലാ ഡിവൈസും വർക്ക് ചെയ്യാന്നുള്ളൊരു ഇൻവെർട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതിൽ മോട്ടോർ ഫ്രിഡ്ജസ് ആണല്ലോ വർക്ക് ചെയ്യാൻ AC-യും, അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ AC ഒക്കെ 2 AC ഒക്കെ അതിൽ പോകും. അപ്പോൾ നമുക്ക് KCB ആശ്രയിക്കാതെ തന്നെ ഉപയോഗിക്കുന്നത്, KCB ഒരു ബാക്കപ്പ് പോലെ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ ഒരു തരത്തിലുള്ള ബില്ലിങ്ങും നമ്മളെ ബാധിക്കുന്നില്ല, നല്ല രീതിയിൽ അത് പോകും. പക്ഷേ അത് ഡിവൈസ് മറ്റ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സബ്സിഡി ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷേ ബാറ്ററിയിലെ എക്സ്പെൻസ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എക്സ്പെൻസ് കുറച്ച് കൂടും ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. കമ്പനികൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. പല 1-2 കമ്പനി, ഡൈനും അതുപോലെ എൻഫേസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കമ്പനികളാകുമ്പോൾ റേറ്റിൽ ചെറിയൊരു മാറ്റം വരാം. അല്ലെങ്കിൽ അത്യാവശ്യം ഒരു 1-1.5 ലക്ഷത്തിൻ്റെ മാറ്റം നമുക്ക് ടോട്ടൽ ബില്ലിങ് വരും. സബ്സിഡി ഓൾറെഡി അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല മാർഗ്ഗം ബില്ലിങ്ങിനെ മറികടക്കാൻ. പിന്നെയുള്ളത്, അപ്പോൾ സാധാരണ ഓൺ ഗ്രിഡ് വെച്ച ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഓൺ ഗ്രിഡ് വെച്ച ആൾക്കാർക്ക് നമ്മളൊരു ചെറിയൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെറുതായിട്ട്, എല്ലാ ഇൻവെർട്ടറും ബാറ്ററി ഓൾറെഡി വീടുകളുണ്ടാവും. അതിലേക്കൊരു ചെറിയ ചാർജ് കൺട്രോളർ വെച്ച് ഒരു പാനലും കണക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം സോളാർ കട്ടായതിനു ശേഷം ഓൾറെഡി ഈ ഇൻവെർട്ടറിലേക്ക് സ്വിച്ച് ചെയ്യും. സോളാറിലേക്ക് വീണ്ടും ഓഫ് ഗ്രിഡിലേക്ക് സ്വിച്ച് ചെയ്യും. ഓഫ് ഗ്രിഡ് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ എത്ര ലോഡ് കൊടുക്കുന്നു അതനുസരിച്ചുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 10 മണി വരെയുള്ള TOD ബില്ലിങ്ങിനെ മറികടന്ന് ബാക്കിയുള്ളൊരു ചിലപ്പോൾ ഒരു 12 മണിവരെയൊക്കെ കിട്ടും. അത് ആ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത ദിവസം മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ബാക്കിയുള്ള ഫ്രിഡ്ജ്, ബാക്കിയുള്ള ഹെവി ലോഡുകൾ അതിൽ പറ്റില്ല. അപ്പോൾ ഹെവി ലോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കപ്പാസിറ്റി കൂടിയ ഇൻവെർട്ടർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. മാറ്റുന്ന സമയത്ത് അത് വേണമെങ്കിൽ ലിഥിയം ബാറ്ററി വയ്ക്കാം. AC കാര്യങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ പിന്നെയും ഇത്തിരി കപ്പാസിറ്റി കൂട്ടേണ്ടി വരും. ഇത്തിരി വീണ്ടും എക്സ്പെൻസ് ആവുന്ന ഒരു കാര്യമാണ് ഓൺ ഗ്രിഡ് വെച്ച ആൾക്കാർക്ക്. പക്ഷേ ഈ ഒരു ഇൻവെർട്ടർ പാനൽ വയ്ക്കുമ്പോൾ 20,000 രൂപ, 20,000 താഴെ വരുന്നുള്ളൂ. നമുക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ബില്ല് നല്ല രീതിയിലുള്ള മാറ്റം കിട്ടും. പിന്നെ 10 മണിക്ക് ശേഷമുള്ള AC-യുടെയും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് എന്തായാലും യൂണിറ്റ് വരും. അത് വരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ഹൈബ്രിഡ് വയ്ക്കണം. ഓൺ ഗ്രിഡ് വെച്ച ആൾക്കാർക്ക് ഇപ്പോൾ നടപടിയാവില്ല. അവർ ഇനി പുതുതായിട്ട് ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച്
ലിഥിയം ബാറ്ററികളും കപ്പാസിറ്റി കൂടിയ ഇൻവെർട്ടറുകളൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ബില്ലിങ് നമുക്ക് മറികടക്കാൻ കഴിയും. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഹൈബ്രിഡിനെ മറികടന്ന് മൈക്രോ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മൈക്രോ ഇൻവെർട്ടറിൽ ഈ ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ളത് വന്നു തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഭാവിയിൽ വരാം. വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ബാറ്ററി ആയിരിക്കും. ഇത്ര പൈസ മുടക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടുന്ന ബാറ്ററിയും അതുപോലെ ഇൻവെർട്ടർക്കും ലൈഫ് കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടർ ആവാം. അതൊക്കെ എക്സ്പെൻസ് കൂടുതലാണ്. അത് ഭാവിയിൽ പൈസ കുറഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെ മറികടക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം ഇതാണ്. അപ്പോൾ ഓൺ ഗ്രിഡ് വെക്കുന്ന ആൾക്കാർ ഈ TOD ബില്ലിംഗ് വരുന്നത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതൊരു ചെറിയൊരു എക്സ്പെൻസ് കൂടി മുടക്കി കഴിഞ്ഞാൽ തീർച്ചയായും നല്ല രീതിയിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ചെയ്യുന്ന ഡിവൈസ് ഈ MPPT ചാർജ് കൺട്രോളർ, നല്ല രീതിയിലുള്ള റിലേ കൺട്രോളും കാര്യങ്ങളൊക്കെയുള്ള നല്ല സാധനം യൂസ് ചെയ്യണം. ഓൺലൈനിൽ വാങ്ങുന്ന സാധനങ്ങൾ വാങ്ങിക്കരുത്. കാരണം എനിക്ക് സ്വിച്ച് ഓഫും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിരിക്കില്ല. ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബെസ്റ്റ് ബാറ്ററി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒന്ന് രണ്ട് കേസുകൾ ഈ ഓൺ ഗ്രിഡിൽ നിന്ന് തന്നെ പാനലിൽ നിന്ന് തന്നെ ഒരു കൺട്രോൾ യൂണിറ്റ് വെച്ച് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബാറ്ററിയുള്ള സംവിധാനത്തേക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ബാറ്ററി സ്ട്രിങ്ങുകളായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പാനലുകൾ സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് വളരെയധികം കറണ്ട് വരും. അത് ബാറ്ററിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ബാറ്ററി ഡാമേജ് ആവും. പിന്നെ വെക്കുന്ന ഈ ബാറ്ററികൾ സോളാർ ബാറ്ററി, സീറ്റൺ ബാറ്ററി അല്ല എന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ രണ്ട് ബാറ്ററിയുള്ള സിസ്റ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രിങ്ങിൽ നിന്ന് പിടിച്ച് കൊടുത്ത് ഈ MPPT വഴി കൊടുത്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ കുറേ സിസ്റ്റം ചെയ്യുന്നുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം കറണ്ട് നല്ല രീതിയിലുള്ള കറണ്ട് ഫ്ലോ ഉണ്ടാവും. ചെറിയ ബാറ്ററിയിൽ ചെറിയ ഷോക്ക് വരലും അങ്ങനെ കുറച്ച് കേസുകളുണ്ട്. നമ്മൾ ബാറ്ററി സിസ്റ്റം വെച്ചിട്ടുള്ളത് അടച്ചിട്ടുള്ളൊരു മുറി അല്ലെങ്കിൽ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്ത ഒരു ഏരിയയിൽ അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെയാണ്. മറ്റേ ഓഫ് ഗ്രിഡ് സിസ്റ്റം അത്ര പ്രശ്നം വരില്ല. നമുക്ക് നേരിട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. നേരെ വൈകുന്നേരം സോളാർ പോയതിന് ശേഷം അത് സ്വിച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഹൈബ്രിഡിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഞാൻ അയക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.